ചൈനയുടെ ആധിപത്യ നിലപാടുകൾക്കെതിരായി ഇന്ത്യയുടെ അചഞ്ചലമായ നിലപാട് പ്രാദേശിക അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ഉറച്ച പ്രതിബദ്ധതയെ അടിവരയിടുന്നു. ഇന്ത്യ ചൈന ബന്ധങ്ങളിലെ സമീപകാല സംഭവവികാസങ്ങൾ ചൈനയുടെ എതിർപ്പുകളോടും പ്രകോപനങ്ങളോടും പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ്, ലഡാക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രാദേശിക തർക്കങ്ങളോടുള്ള ഇന്ത്യയുടെ ഉറച്ച പ്രതികരണത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ചൈനയുടെ ദൃഢമായ പെരുമാറ്റത്തെ പ്രതിരോധിക്കുന്നതിലെ ഇന്ത്യയുടെ തന്ത്രപരമായ ചട്ടക്കൂട്, പ്രാദേശികവാദങ്ങൾ, സൈനിക തയ്യാറെടുപ്പുകൾ, സാമ്പത്തിക പ്രതിരോധം, നയതന്ത്ര സഖ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. ചൈനയുമായുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രാദേശിക സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ബഹുമുഖ സമീപനത്തിന് നീക്കങ്ങൾ ഊന്നൽ നൽകുന്നു. പ്രാദേശിക തർക്കങ്ങളിൽ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ്, ലഡാക്ക്, മറ്റ് അതിർത്തി പ്രദേശങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഇന്ത്യയുടെ നിലപാട് തങ്ങളുടെ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു. ചൈനയുമായുള്ള പിരിമുറുക്കങ്ങൾക്കിടയിലും ഈ പ്രദേശങ്ങളോടുള്ള ചൈനയുടെ അവകാശവാദങ്ങൾ ഇന്ത്യ നിരന്തരം നിരസിക്കുകയും അവയുടെ മേലുള്ള തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കുകയും ചെയ്യുന്നു. അരുണാചൽ പ്രദേശിൽ ഈ പ്രദേശം ഇന്ത്യയുടെ അവിഭാജ്യവും അന്യാധീനപ്പെടുത്താൻ സാധ്യമല്ലാത്തതുമായ ഭാഗമാണെന്ന് ഇന്ത്യ വ്യക്തമായി പ്രസ്താവിച്ചു. അരുണാചൽ പ്രദേശിൽ ഉന്നതതല സന്ദർശനങ്ങൾ നടക്കുമ്പോഴെല്ലാം ആവർത്തിച്ചു വരുന്ന വിഷയമായ ചൈനീസ് എതിർപ്പിനും പ്രതിരോധത്തിനും മറുപടിയായാണ് ഈ വാദം ഇന്ത്യ ഉയർത്തിക്കാട്ടിയത്. ചൈനയുടെ അവകാശവാദങ്ങൾ ഇന്ത്യ നിരസിക്കുന്നത് ഈ വിഷയത്തിൽ അതിന്റെ ഉറച്ച നിലപാടിന് അടിവരയിടുന്നതിനോടൊപ്പം തന്നെ തങ്ങളുടെ പ്രാദേശിക പരമാധികാരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു. അതുപോലെ ലഡാക്കിലും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും ചൈനയുടെ ആക്രമണത്തിനെതിരെ തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു. 2020 ഏപ്രിൽ മുതലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ തർക്കം അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും തങ്ങളുടെ പ്രാദേശിക അഖണ്ഡത ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ എടുത്തു കാണിക്കുന്നു. പിരിമുറുക്കവും അപകടകരവുമായ സാഹചര്യങ്ങൾക്കിടയിലും ഉഭയകക്ഷി ഉടമ്പടികളെ മാനിക്കുന്നതിനും തൽസ്ഥിതി നിലനിർത്തുന്നതിനും ശഠിക്കുന്നതിനോടൊപ്പം തർക്കത്തിന് ന്യായവും മികച്ചതുമായ പരിഹാരം കണ്ടെത്താനുള്ള പ്രതിജ്ഞാബദ്ധത ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്യുന്നു. ചൈനയുടെ പ്രതിഷേധങ്ങളോടും എതിർപ്പുകളോടുമുള്ള ഇന്ത്യയുടെ നയതന്ത്ര പ്രതികരണങ്ങൾ ദൃഢതയും പ്രായോഗികതയും ചേർന്നതാണ്. തത്വങ്ങളും താൽപര്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് സംഭാഷണത്തിലേർപ്പെടാനുള്ള ഇന്ത്യയുടെ സന്നദ്ധതയെ അടിവരയിടുന്നതായിരുന്നു എക്സ്പ്രസ് അഡ്ഡയിലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പരാമർശം. കരാറുകൾ പാലിക്കേണ്ടതിന്റെയും LACയെ മാനിക്കേണ്ടതിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നതിലൂടെ അതിർത്തി തർക്കത്തിനുള്ള ഏതൊരു പരിഹാരവും പരസ്പര ബഹുമാനത്തിലും സ്ഥാപിത മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും അധിഷ്ഠിതമാണെന്ന സന്ദേശം കൈമാറാൻ ഇന്ത്യ ശ്രമിച്ചു പോരുന്നു. LACയിലെ ചൈനയുടെ ആക്രമണപരമായ നിലപാടുകൾക്ക് മറുപടിയായി ഇന്ത്യ അതിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും ആക്രമണ സാധ്യത തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ള സൈനിക തന്ത്രങ്ങളുടെയും നടപടികളുടെയും ഒരു പരമ്പര തന്നെ സ്വീകരിച്ചു. മേഖലയിലെ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ഈ തന്ത്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. LACയിലെ ഇന്ത്യയുടെ സൈനിക നിലപാടുകൾ പ്രതിരോധത്തിനും ആത്മരക്ഷയ്ക്കും ഊന്നൽ നൽകുന്നു. ഉഭയകക്ഷി കരാറുകളും പ്രോട്ടോക്കോളുകളും പാലിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായി തുടരുമ്പോൾ തന്നെ ചൈനീസ് സേനയുടെ ഏത് പ്രകോപനത്തിനും നുഴഞ്ഞുകയറ്റത്തിനുമെതിരെ ഫലപ്രദമായി പ്രതികരിക്കാനുള്ള ഉയർന്ന സന്നദ്ധത ഇന്ത്യ നിലനിർത്തിയിട്ടുണ്ട്. നിരീക്ഷണം, ചലനശേഷി, പ്രവർത്തന തയ്യാറെടുപ്പ് എന്നിവ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിലെ സൈനികാഭ്യാസങ്ങൾ, വിന്യാസങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്നിവ ഈ സന്നദ്ധത അടിവരയിടുന്നു. അരുണാചൽ പ്രദേശിലെ അതിർത്തി ഹൈവേ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചതും അഗ്നി-5 MIRV മിസൈലിന്റെ വിജയകരമായ പരീക്ഷണവും ഉൾപ്പെടെയുള്ള സമീപകാല സൈനിക സംഭവവികാസങ്ങൾ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളും കഴിവുകളും ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം പ്രകടമാക്കുന്നു. ഈ സംഭവവികാസങ്ങൾ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനും അതിർത്തിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഭീഷണികളെ ചെറുക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ അവിഭാജ്യമാണ്. സൈനിക സജ്ജീകരണത്തിനും പ്രതിരോധത്തിനുമുള്ള ഇന്ത്യയുടെ ഊന്നൽ നയതന്ത്ര ഇടപെടലിനും സംഘർഷ പരിഹാരത്തിനുമുള്ള പ്രതിബദ്ധതയെ ഉയർത്തിക്കാണിക്കുന്നു. സൈനിക ശക്തിയും നയതന്ത്ര ഇടപെടലുകളും സംയോജിപ്പിച്ച് അതിർത്തിയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താനും തങ്ങളുടെ പ്രാദേശിക അഖണ്ഡതയും ദേശീയ സുരക്ഷാ താൽപര്യങ്ങളും സംരക്ഷിക്കാനും ഇന്ത്യ ശ്രമിച്ചു പോരുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങളെയും സാങ്കേതിക വിദ്യകളെയും ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ഇന്ത്യ സജീവമായി പിന്തുടർന്നു പോരുന്നു. പ്രത്യേകിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ, നിർമ്മാണം തുടങ്ങിയ നിർണായക മേഖലകളിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിന്റെ തന്ത്രപരമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യ തദ്ദേശീയ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായി പങ്കാളിത്തം വളർത്തുന്നതിനും വിവിധ സംരംഭങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി പോലെയുള്ള സംരംഭങ്ങളിലൂടെ ടെലികോം ഉപകരണങ്ങളുടെയും ഘടകങ്ങളുടെയും ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. ഈ സ്കീം ആഭ്യന്തരമായി ടെലികോം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അതുവഴി ചൈനീസ് ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇന്ത്യൻ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ടെലികോം മേഖലയിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനികളുടെ നിയന്ത്രണങ്ങളും പരിശോധനയും ഇന്ത്യ കർശനമാക്കിയിട്ടുണ്ട്. ഉൽപാദനത്തിൽ മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള സംരംഭങ്ങൾ വിവിധ മേഖലകളിൽ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. ഇതുവഴി ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു. ആഭ്യന്തര ഉൽപാദന ശേഷിയും സാങ്കേതിക കൈമാറ്റവും വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ഗവൺമെന്റ് നിലവിൽ സജീവമായ വിദേശ നിക്ഷേപം തേടുന്നു.
പ്രത്യേകിച്ച് ജപ്പാൻ, ദക്ഷിണ കൊറിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും. കൂടാതെ നൂതന സാങ്കേതിക വിദ്യയ്ക്കും നിർമ്മാണ കഴിവുകൾക്കും പേരുകേട്ട തായ്വാൻ പോലെയുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തമുണ്ടാക്കിയിട്ടുണ്ട്. സെമി കണ്ടക്ടർ നിർമ്മാണം, ഇലക്ട്രോണിക്സ് അസംബ്ലി തുടങ്ങിയ മേഖലയിലെ സഹകരണം ഇന്ത്യയുടെ സാങ്കേതിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചൈനീസ് സാങ്കേതിക വിദ്യ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിടുന്നു. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനികൾക്ക് മേലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക നടപടികളുടെ സ്വാധീനം വളരെ വലുതാണ്. കർശനമായ നിയന്ത്രണങ്ങളും സൂക്ഷ്മ പരിശോധനയും ചൈനീസ് സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് കൊമേഴ്സ്, മൊബൈൽ നിർമ്മാണം, ഫിൻടെക് തുടങ്ങിയ മേഖലകളിൽ വെല്ലുവിളികളിലേക്ക് നയിച്ചു. നികുതിയും ഡേറ്റ പരിരക്ഷയും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കാൻ ചൈനീസ് കമ്പനികളോട് ആവശ്യപ്പെടുന്ന ഇന്ത്യൻ നിർദ്ദേശങ്ങൾ ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ചെലവും പ്രവർത്തന വെല്ലുവിളികളും വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ഭൗമരാഷ്ട്രീയ വീക്ഷണകോണിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളെയും സാങ്കേതിക വിദ്യകളെയും ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് പ്രാദേശിക ശക്തിയുടെ ചലനാത്മകതയ്ക്ക് വിശാലമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിപ്പോരുന്നു. അതായത് സാമ്പത്തിക പങ്കാളിത്തം വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെയും ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെയും ഇന്ത്യ തങ്ങളുടെ തന്ത്രപരമായ സ്വയംഭരണം ഉറപ്പിക്കാനും മേഖലയിലെ ചൈനീസ് സ്വാധീനത്തെ ചെറുക്കാനും ശ്രമിക്കുന്നു. ആഭ്യന്തര ഉൽപാദന ശേഷി ശക്തിപ്പെടുത്തുന്നതും സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം വളർത്തുന്നതും ഇന്തോ പസഫിക് മേഖലയിൽ സ്ഥിരതയും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് സംഭാവന നൽകുന്നു. പ്രാദേശികമായും ആഗോളമായും ചൈനയുടെ സ്വാധീനത്തെയും വിപുലീകരണത്തെയും പ്രതിരോധിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങളിൽ ഇന്ത്യ സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട്. തന്ത്രപരമായ പങ്കാളിത്തങ്ങളിലൂടെയും സഖ്യങ്ങളിലൂടെയും ചൈനയുടെ ദൃഢമായ പെരുമാറ്റത്തെ വെല്ലുവിളിക്കുന്നതിനിടയിൽ പ്രാദേശിക സുരക്ഷയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു. അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ പ്രാദേശിക ആഗോള ശക്തികളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇന്ത്യയുടെ നയതന്ത്ര തന്ത്രത്തിന്റെ പ്രധാന സ്തംഭങ്ങളിലൊന്ന്. ഈ പങ്കാളിത്തങ്ങൾ പങ്കിട്ട താൽപര്യങ്ങളിലും മൂല്യങ്ങളിലും അധിഷ്ഠിതമായതിനാൽ ചട്ടങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം ഉയർത്തിപ്പിടിക്കുന്നതിലും മേഖലയിൽ സമാധാനവും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും ഉൾപ്പെടുന്നു. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടെയുള്ള ക്വാഡ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ സമുദ്ര സുരക്ഷ, തീവ്രവാദ വിരുദ്ധത, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഉൾപ്പെടെ പരസ്പരാശങ്കയുള്ള വിഷയങ്ങളിൽ സഹകരണത്തിനുള്ള ഫോറങ്ങളായി പ്രവർത്തിച്ചു പോരുന്നു. സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ സജീവമായ പങ്ക് പ്രത്യേകിച്ചും തായ്വാനുമായുള്ള ഇടപെടലുകളിൽ പ്രകടമാണ്. ചൈനയുടെ സമ്മർദ്ദം വകവയ്ക്കാതെ തായ്വാനുമായി ഇന്ത്യ ശക്തമായ സാമ്പത്തിക നയതന്ത്ര ബന്ധം നിലനിർത്തുന്നത് ഒരു ജനാധിപത്യ പങ്കാളിയും സാങ്കേതിക കേന്ദ്രവും എന്ന നിലയിൽ തായ്വാന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു തന്നെയാണ്. തായ്വാനുമായുള്ള ഇന്ത്യയുടെ ഇടപെടലുകൾ ചൈനയുടെ ഏക ചൈന നയത്തെ വെല്ലുവിളിക്കുകയും വിദേശ നയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ചൈനയുടെ ആധിപത്യ സ്വഭാവത്തെ നേരിടുന്നതിൽ പ്രാദേശിക, സൈനിക, സാമ്പത്തിക, നയതന്ത്ര മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന സമഗ്രമായ തന്ത്രമാണ് ഇന്ത്യ നിലവിൽ പ്രയോഗിക്കുന്നത്. തർക്ക പ്രദേശങ്ങളിൽ പരമാധികാരം ഉറപ്പിച്ച് പറയുക, പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുക, ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സഖ്യങ്ങൾ ഉണ്ടാക്കുക എന്നിവ ഇന്ത്യയുടെ സജീവമായ സമീപനത്തെ എടുത്തു കാണിക്കുന്നു. അചഞ്ചലമായ ദൃഢനിശ്ചയത്തോടെ പ്രാദേശിക സ്ഥിരതയ്ക്കും സഹകരണത്തിനും വേണ്ടി വാദിക്കുമ്പോൾ തന്നെ ഇന്ത്യ ദേശീയ താൽപര്യങ്ങളും സംരക്ഷിക്കുന്നു. എന്നിരുന്നാലും സങ്കീർണമായ ജിയോ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് നാവിഗേറ്റ് ചെയ്യുന്നതിൽ തുടർച്ചയായ ജാഗ്രത, പ്രതിരോധം, തന്ത്രപരമായ ഇടപെടൽ എന്നിവ ചൈനയുടെ ദൃഢനിശ്ചയത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനും ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉയർത്തിപ്പിടിക്കാനും ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്.